വേദിയിൽ ഇരിക്കുന്ന ഗുരുസ്ഥാനീയർക്കും സദസ്സിനും സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും നമസ്കാരം. ഷാഫി സാർ സംവിധാനം ചെയ്ത ഒരു പഴയ ബോംബ് കഥ എന്ന് പറയുന്ന സിനിമയിലാണ് ഞാൻ അഭിനയിക്കുന്നത്. പ്രൊഫഷണൽ സ്പേസിനപ്പുറം ഒരു പേഴ്സണൽ സ്പേസിലേക്ക് ചെന്ന് വന്ന ഒരു വ്യക്തി കൂടിയാണ് സാറ്. കാരണം എൻ്റെ പേരൻസായിട്ടും സാറ് വളരെ ക്ലോസ് ആയിരുന്നു. എന്നെ ഒരു മോളെ പോലെ കണ്ട് ശകാരിച്ച് കുറേയധികം എന്താ പറയുക അഡ്വൈസും ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഷാഫി സാറിൻ്റെ ഭാഗത്തു നിന്ന്. ഞാൻ മേക്കപ്പ് ഇടുന്ന ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. തടിച്ച് അങ്ങ് ഭക്ഷണം കഴിച്ച് പോകുന്നത് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. ഇങ്ങനെയൊക്കെ ഒരുപാട് എന്താ പറയുക, എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഷാഫി സാർ നമ്മുടെ കൂടെ ഒന്നും ഇല്ല എന്നുള്ള ഒരു കാര്യം. അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ആ ഫാമിലിയായിട്ടും വളരെ ക്ലോസ് ആണ്. അലീമയും സൽമയും ഒക്കെ ഞങ്ങളൊക്കെ ഒരേ സ്കൂളിലായിരുന്നു. എൻ്റെ ജൂനിയേഴ്സായിരുന്നു അവർ. അപ്പം ഇപ്പോൾ ഇത്രയൊക്കെ പറയുമ്പോൾ തന്നെ അറിയാമല്ലോ, നമുക്ക് വളരെ പേഴ്സണലായിട്ട് എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. ബിബിനേട്ടനുണ്ട്, ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ബിബിനേട്ടൻ പോയോ? ഒരുപാട് ഓർമ്മകൾ ഇങ്ങനെ സാറിൻ്റെ ഫോട്ടോസൊക്കെ കാണുമ്പോൾ ഒരുപാട് വിഷമം. എന്തുതന്നെയായാലും ഷാഫി മെമ്മോറിയൽ അവാർഡിൻ്റെ സംഘടിപ്പിച്ച എല്ലാ സംഘാടകർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. മുന്നോട്ടായാലും ഈ സ്റ്റേജിൽ ഞാനിന്ന് ഇവിടെ നിൽക്കാൻ കാരണം തന്നെ ഷാഫി സാറാണ്. അതുകൊണ്ട് സാറ് എന്നെ പഠിപ്പിച്ച പാഠങ്ങൾക്കും എനിക്ക് തന്ന അവസരങ്ങൾക്കും ചിരിക്കും എല്ലാം ഞാൻ സാറിനെ നന്ദിപൂർവ്വം സ്മരിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനിങ്ങനെ പലയിടത്ത് ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്. ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. ആഹാ, എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ. എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജി ആണ് ഫ്യൂച്ചർ.